നമുക്ക് പ്രാർത്ഥിക്കാം. 20-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദാവീദിനെ പറ്റിയും ദാവീദിൻ്റെ കഷ്ടത്തെ പറ്റിയും എല്ലാം ദാവീദിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വിടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ നിന്ന് അധികം സമയമൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് വേഗത്തിൽ ഒന്ന് ഓടിച്ചു പോകാനായിട്ട് മാത്രമാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയ്ക്ക് നമുക്ക് അനുഗ്രഹപ്രദമായിട്ടുള്ള സങ്കീർത്തനത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം നാം കേട്ടു. ഇതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. കഷ്ടകാലത്ത് ഉത്തരമരുളുന്ന ഒരു യഹോവ, ആ യഹോവയെ പറ്റി ദാവീദ് പല സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാം. യാക്കോബിൻ്റെ കഷ്ടതയിൽ അല്ലെങ്കിൽ കഷ്ടകാലത്ത് ഉത്തരമരുളുന്ന യാക്കോബിൻ്റെ കഷ്ടതയിൽ യാക്കോബിന് ഉത്തരമരുളിയ ഒരു ദൈവമേ, അങ്ങ് എന്നെയും വിടുവിക്കണമേ, എന്നെയും സഹായിക്കണമേ എന്നുള്ള രീതിയിലും നമുക്ക് ആ വാക്യത്തെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്തായിരുന്നു യാക്കോബിൻ്റെ ഒരു കഷ്ടത? നമുക്കെല്ലാം അറിയാം. നമ്മളൊക്കെ ജനിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ നമ്മളൊക്കെ ജനിച്ചൊരു പരുവമായോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പ്രാരാബ്ദമൊക്കെ ഏറ്റെടുക്കുന്ന ആ ഒരു സമയത്തായിരിക്കാം മിക്കവരുടെയും ജീവിതത്തിൽ ഓരോ കഷ്ടതകളും കാര്യങ്ങളും വരുന്നത്. എന്നാൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ എന്താണെന്നറിയാമോ? യാക്കോബ് ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ സഹോദരങ്ങൾ തമ്മിൽ, അതായത് ഏശാവും യാക്കോബും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഒരു ശണ്ട കൂടുന്ന, അല്ലെങ്കിൽ ഗർഭത്തിൽ വെച്ച് അമ്മയ്ക്ക് പോലും അസഹനീയമാകുന്ന രീതിയിൽ അവർ തമ്മിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു കഷ്ടപ്പാടായിരുന്നു ഉണ്ടായിരുന്ന. കാര്യം എന്താണെന്ന് അറിയാമോ? വാഗ്ദത്തം യാക്കോബിന് മേൽ കിടക്കുന്നു, എന്നാൽ അവകാശം ഏശാവിന് മേലും കിടക്കുന്നു. ഇതൊന്ന് പ്രാപിച്ചെടുക്കുവാനുള്ള ഒരു ശണ്ട അല്ലെങ്കിൽ ഒരു കലഹം, കഷ്ടത യാക്കോബിന്റെ ജീവിതത്തിൽ അന്നേ ഉണ്ടായിരുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 25:22 കാണുന്നുണ്ട്. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ, ഒരമ്മ എന്തിന് ഞാൻ ഈ മക്കളെ കൊണ്ട് ജീവിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു അത്യുഗ്ര പോരാട്ടമായിരുന്നു ജനിക്കുന്നതിന് മുമ്പേ ഇവർ നടത്തിയത്. എന്നാൽ കർത്താവ് പറയുകയാണ്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. അപ്പോൾ അവിടെ വെച്ച് യാക്കോബിന്റെ കഷ്ടത തുടങ്ങുകയാണ്. അങ്ങനെ ഇവർ വളർന്നപ്പോൾ ഏശാവ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനും യാക്കോബ് അമ്മയോടൊപ്പം ഈ കൂടാരത്തിലായിരിക്കുന്ന ഒരു രീതിയിലേക്ക് ആകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ നാളുകൾ മുമ്പോട്ട് പോയപ്പോഴേക്കും ഏശാവ് വേറെ കല്യാണമെല്ലാം കഴിഞ്ഞു. എന്നാൽ യാക്കോബ് ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക. ഒരു പ്രത്യേക സാഹചര്യം ആയപ്പോഴേക്കും ആ ഒരു ജ്യേഷ്ഠാവകാശം യാക്കോബിലേക്ക് വരുവാനായിട്ടൊക്കെ ഇടയായിത്തീർന്നെങ്കിലും ഇസഹാക്ക് വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. മോനെ, നീ ഇങ്ങനെ തന്നെ ഇരുന്നാൽ പോരാ, നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്, നിന്റെ മേൽ ഒരു അനുഗ്രഹം ഞാൻ ചൊരിഞ്ഞിട്ടുണ്ട്. അത് കർത്താവ് തന്ന ആ വാഗ്ദത്തമാണ്. അത് പ്രാപിക്കുവാനായിട്ട് നീ എൻ്റെ അല്ലെങ്കിൽ ചാർച്ചക്കാരുടെ അല്ലെങ്കിൽ അമ്മയുടെ ഭവനക്കാരുടെ അടുക്കലേക്ക് പോയിട്ട് നീ അവിടെ ചെന്നിട്ട് ഒരു സ്ത്രീയെ നിനക്ക് ഭാര്യയായിട്ട് എടുക്കണം. അതിൽ നിന്ന് ഒരു വാഗ്ദത്തം നിന്നിലൂടെ പ്രവർത്തിക്കും. ഒരു ദൈവം നിനക്ക് വേണ്ടിയിട്ട് വളരെ ഏറെ ഒരു പ്രവൃത്തികൾ ചെയ്യുവാനായിട്ടുണ്ട് എന്നുള്ളൊരു വാഗ്ദത്തം യാക്കോബിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഒരുപക്ഷെ ഒരു മടിയനായിട്ട് എന്നുള്ള രീതിയിലല്ല അവിടെ കാണുന്നതെങ്കിലും താൻ വീട്ടിലുള്ള കാര്യങ്ങൾ നല്ല പാചകക്കാരനൊക്കെ ആയിരുന്നു. അങ്ങനെ ആ ഒരു സുഖസൗകര്യത്തിൽ നിന്ന് യാക്കോബ് പോവുകയാണ്. അന്ന് ധനികനായിട്ട് ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ മകനാണ് യാക്കോബ്. ഇതിൽ നിന്നും തൻ്റെ ജ്യേഷ്ഠനെ പേടിച്ചുകൊണ്ടും ഒരു വശത്തൂടെ യാക്കോബ് ഓടി താൻ ഒരു മരുഭൂമിയിൽ അല്ലെങ്കിൽ പോകുന്ന വഴിമധ്യേ അവിടെ ചെന്ന് ഒരു സന്ധ്യാസമയം ആയപ്പോഴേക്കും താൻ ഒരു കല്ലിലേക്ക് തല വെച്ച് തലയണയാക്കി വെച്ച് ഉറങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കർത്താവ് അവനോട് സംസാരിക്കുകയാണ്. യാക്കോബേ, അവൻ കണ്ട ദർശനം ഒരു വലിയ ദർശനമാണ്. ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അതിൽ നിന്ന് ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ ആ സ്വർഗത്തിൽ നിന്ന് യഹോവ അവനോട് സംസാരിക്കുക, യാക്കോബേ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നീ അവിടെ പോകണം എന്നൊക്കെയുള്ള രീതിയിലുള്ള വലിയ വാഗ്ദത്തങ്ങളും കാര്യങ്ങളും കൊടുത്ത് അങ്ങനെ യാക്കോബ് അത് കേട്ട് ബലപ്പെട്ട് തൻ്റെ അമ്മായപ്പൻ ആകേണ്ട ലാബാന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അവനോട് പറഞ്ഞിരിക്കുന്നത് നീ ഒരു ഭാര്യയെ എടുക്കണം എന്നുള്ളതാണ്. പക്ഷേ അവിടെ ചെന്ന് പല ശുശ്രൂഷകളും കൂടെ അല്ലെങ്കിൽ പല ഉത്തരവാദിത്തങ്ങളും കൂടെ അത്രയും നാളും വീട്ടിലിരുന്നതിൻ്റെ ഇരട്ടി കഷ്ടത യാക്കോബ് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആദ്യം താൻ സ്നേഹിച്ച ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് 7 വർഷത്തോളം താൻ ജോലി ചെയ്ത സാഹചര്യങ്ങളൊക്കെ വളരെ ഈസി ഒന്നും അല്ലായിരുന്നു, വളരെ കഷ്ടമായിരുന്നു. എന്നാലും ലാബാൻ ആ പ്രതിഫലങ്ങളെല്ലാം മാറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. താൻ സ്നേഹിച്ച റാഹേലിനെ കൊടുക്കാതെ ലേയയെ കൊടുക്കുകയും അങ്ങനെ വീണ്ടും 7 വർഷം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 6 വർഷം അത്രത്തോളം കഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഒരു വലിയൊരു കഷ്ടതയുടെ നടുവിൽ യാക്കോബ് തിരിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഇനി അതിൻ്റെ 30-ാം അധ്യായം 30-ാം വാക്യത്തിൽ നീ കാണുന്നുണ്ട്, ഞാൻ വരും മുമ്പേ നിനക്ക്
ലാബാനോട് പറയുകയാണ്, ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ സ്വത്തുണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ ഞാൻ മുഖാന്തരം നീ അധികമായി വർദ്ധിച്ചു. പക്ഷേ ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. പക്ഷേ ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതുമെന്ന് യാക്കോബ് ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. വളരെയേറെ കഷ്ടതയും പ്രയാസവും എല്ലാം യാക്കോബ് അനുഭവിച്ചു. എന്നിട്ട് യാക്കോബ് തിരിച്ച് ചിന്തിക്കുകയാണ്, ഞാൻ ഇത്ര നാളും ഈ 20 വർഷത്തോളം ഈ മരുഭൂമിയിൽ കടന്ന് ഇത്രത്തോളം അധ്വാനിച്ചു, ഇനി എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അധ്വാനിക്കുന്നത്. യാക്കോബിൻ്റെ കഷ്ടത അവിടെ യാക്കോബ് പറയുന്നുണ്ട്. അതിൻ്റെ 31-38 പറയുന്നുണ്ട്, ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു, നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ഒന്നും ഒരു നാശവും സംഭവിച്ചിട്ടില്ല. ദുഷ്ടമൃഗം കൊണ്ടതിനും അല്ലെങ്കിൽ കളവ് പോയതിനും എല്ലാം ഞാൻ ഉത്തരവാദി പറഞ്ഞ് അതിൻ്റെ ഇരട്ടിയായിട്ടൊക്കെ നിനക്ക് തന്നു. അങ്ങനെ എൻ്റെ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു, എൻ്റെ കണ്ണിന് ഉറക്കം പോലും ഇല്ലാതെയായി. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു, 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. എന്നിട്ടും 10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി. നമ്മളൊക്കെ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ വായിച്ചു വിടുന്ന രീതിയിൽ നിസ്സാരമായിട്ടുള്ള ഒരു കഷ്ടത അല്ലായിരുന്നു യാക്കോബിനുണ്ടായിരുന്നത്. അവന് കിട്ടേണ്ട പ്രതിഫലങ്ങൾ അവൻ ജോലി ചെയ്തതിന് അല്ലെങ്കിൽ അവന് നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ അവൻ്റെ ശരീരം കൊണ്ട് അധ്വാനിച്ച് അവൻ്റെ ആരോഗ്യം ക്ഷയിച്ച് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടും അവൻ്റെ പ്രതിഫലങ്ങളൊക്കെ അവിടെ പിടിച്ചു വെക്കുന്ന അല്ലെ തടഞ്ഞു വെക്കുന്ന രീതിയിൽ ആ ഒരു സാഹചര്യത്തിൽ യാക്കോബ് ചിന്തിക്കുകയാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ലെ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതുമെന്ന്. അങ്ങനെ അവിടെ നിന്ന് യാക്കോബ് ലാബാനെ പേടിച്ച് ഒരിക്കൽ ഓടുകയാണ്. ഈ ഓടി വരുന്ന സാഹചര്യത്തിലും അങ്ങനെ വന്ന് താൻ ഏറെ സ്നേഹിക്കുന്ന റാഹേലുമായി ഓടി വരികയാണ്. അപ്പോൾ റാഹേലിനും യോസേഫും കൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ റാഹേലിനെയും യോസേഫിനെയും തൻ്റെ ജ്യേഷ്ഠൻ അപഹരിക്കാതെ അല്ലെങ്കിൽ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിൻ്റെ ഏറ്റവും പുറകിലൊക്കെ നിർത്തി യാക്കോബ് കടവിൻ്റെ ഇപ്പുറത്തേക്കൊക്കെ കടത്തിക്കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ സമയത്തും യാക്കോബ് മാനസികമായി വളരെ തളർന്നു. കർത്താവേ, ഞാൻ ഈ പ്രതിസന്ധികളെ എങ്ങനെ നേരിടുമെന്ന് പറഞ്ഞ് യാബോക്ക് കടവിൻ്റെ അപ്പുറത്ത് യാക്കോബ് ഇരിക്കുമ്പോൾ കർത്താവുമായിട്ട് നേരിട്ട് മൽപ്പിടുത്തം നടത്തുവാനായിട്ട് ഇടയായിത്തീരുന്നു. അങ്ങനെ അവിടെ വെച്ച് യാക്കോബിനോട് ചില വാഗ്ദത്തങ്ങളെല്ലാം കൊടുത്തുവെങ്കിലും അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോഴും പലവിധമായിട്ടുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം യാക്കോബിൻ്റെ ജീവിതത്തിൽ നേരിടുവാനായിട്ട് ഇടയായിത്തീരുന്നു. അങ്ങനെ അവിടുന്ന് കുറേ ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കാണുന്നുണ്ട്, അതിൻ്റെ 35-ാം വാക്യം 17-18 പറയുന്നുണ്ട്, റാഹേല് രണ്ടാമത് ഒരു മകനെ പ്രസവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. അങ്ങനെ അതികഠിന വേദന ആയി ഒരു ശക്തമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെ യാക്കോബ് അവിടെ കടന്നു പോവുകയാണ്. അപ്പോഴും അത് ശുശ്രൂഷിക്കുന്ന ദാസി പറയുന്നുണ്ട്, ഇവന് ഒരു മകനായിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ആ ഒരു സാഹചര്യത്തിൽ റാഹേലിൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയായിത്തീരുന്നു. യാക്കോബ് എത്രത്തോളം കഷ്ടതയിലൂടെ ഒന്ന് പോയെന്ന് ഓർത്തു നോക്കി. ഈ ഒരു ഭാര്യയ്ക്ക് വേണ്ടി അല്ലെ താൻ സ്നേഹിച്ച് ഈ ഒരു ഭാര്യയ്ക്ക് വേണ്ടി താൻ എത്രത്തോളം ഈ മരുഭൂമിയിൽ കടന്ന് കഷ്ടപ്പെട്ടിട്ട് ശേഷം റാഹേൽ ഈ ലോകത്തിൽ ശുശ്രൂഷ അവസാനിപ്പിച്ച് ദൈവസേനയിലേക്ക് ചേരുവാനായിട്ട് ഇടയായിത്തീർന്നു. വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങയുടെ വാഗ്ദത്തത്തിന് നിവർത്തീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ അനേക ആളുകൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ട്. എന്നാൽ അങ്ങ് പറഞ്ഞൊരു വാഗ്ദത്തം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും അല്ലല്ലോ ദൈവമേ വചനത്തിൽ പൂർത്തീകരിക്കുന്നത് കാണുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് കാണുന്നത്. ഇതിനൊന്നും ഉത്തരമില്ലയോ കർത്താവേ എന്നൊക്കെ ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് ചില പദ്ധതികൾ ഓരോരുത്തരിലും വെച്ചിട്ടുണ്ട്. റാഹേലിൻ്റെ ശുശ്രൂഷ അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അങ്ങനെ യാക്കോബ് വളരെയേറെ സങ്കടത്തിലാകുകയും അങ്ങനെ കർത്താവിനോട് വളരെയേറെ ആലോചനകളും കാര്യങ്ങളും ചോദിച്ചിട്ട്, എന്തുകൊണ്ട് കർത്താവേ, ഇതിനു മുമ്പ് അങ്ങ് എനിക്ക് വലിയ ദർശനങ്ങൾ തന്നു, യാബോക്കിൻ്റെ കടവിൽ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രത്തോളം മല്ല് പിടിച്ചു, അതിനു മുമ്പും കർത്താവേ ഞാൻ യാഗം കഴിച്ചപ്പോഴെല്ലാം സംസാരിച്ചു, നീ ഈ ഒരു വാക്ക് പോലും എന്നോട് സൂചിപ്പിച്ചില്ലല്ലോ എന്ന് വേണമെങ്കിൽ യാക്കോബിന് വേണം വിലപിക്കാമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ഒക്കെ വിലപിച്ചിട്ടുണ്ട്. കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ നല്ല പ്രായമായപ്പോൾ എൻ്റെ പപ്പായെ കർത്താവ് വിളിച്ചു, ഞങ്ങൾക്ക് താങ്ങുനടലുമായിരിക്കേണ്ടിരുന്ന എൻ്റെ ജ്യേഷ്ഠനെയും വിളിച്ചു. കർത്താവ് ഇതിൻ്റെക്ക് ഉത്തരം എന്താണെന്ന് ഞാനും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒന്നും ഉത്തരം കിട്ടാതെ ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എത്രയോ വർഷങ്ങൾ ഉത്തരം കിട്ടാതെ നിന്നു. അതിനുശേഷം യാക്കോബിനോട് ദൈവം സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. യോസേഫ് പതിയെ വളർന്നു. യോസേഫിനോട് ദൈവം ദർശനത്തിലൂടെ കർത്താവ് ഇടപെടുവാനായിട്ട് തുടങ്ങി.
യോസേഫ് ചില ദർശനങ്ങൾ കണ്ടു. ആ രീതിയിൽ യോസേഫ് ജീവിക്കുന്നതും, ഈ യാക്കോബ് എന്ന് പറഞ്ഞാൽ ആദിജാതന്റെ അല്ലെങ്കിൽ ആ ജ്യേഷ്ഠാവകാശമൊക്കെ നേടിയെടുത്തൊരു രാജകീയ വംശമായി തീരേണ്ടതാണ്. കർത്താവിന്റെ ഹിതം അങ്ങനെയാണെങ്കിൽ യോസേഫിനും അതിന്റെ ചില കഴിവുകളും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. അവൻ ചെയ്യാത്ത ചില കുറ്റത്തിന് വേണ്ടിയിട്ട് കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ അവന്റെ സഹോദരങ്ങൾ മിസ്രൈമിലേക്ക് വിൽക്കുകയും മിസ്രൈമിൽ ചെന്നിട്ടും അവന് സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാൻ, ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാനായിട്ട് ഒക്കെയും ഇടയായിത്തീർന്നു. ആ ഒരു സാഹചര്യത്തിലും കർത്താവിന് ഹിതമുണ്ട് യോസേഫിനെ ഈ ഒരു രീതിയിലേക്ക് അയക്കാൻ. അപ്പോൾ യാക്കോബ് അവിടെ വീണ്ടും ദുഃഖിക്കുകയാണ്. എൻ്റെ ഭാര്യ, ഞാൻ ഏറ്റവും സ്നേഹിച്ച എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു, ഞാൻ ഏറ്റവും സ്നേഹിച്ച എൻ്റെ മകനും നഷ്ടപ്പെട്ടു. കർത്താവേ, നീ എന്നോട് മിണ്ടുന്നില്ലല്ലോ, അവൻ എവിടെയാണെന്നുള്ള ഒരു സൂചന പോലും തരുന്നില്ലല്ലോ എന്നുള്ള ഒരു രീതിയിലൊക്കെ യാക്കോബ് അത്രത്തോളം കഷ്ടപ്പെട്ട് വ്യതയിലായിരിക്കുന്ന ആ ഒരു സമയത്തും അവിടെ ഒരു കർത്താവ് ഒരു വലിയ പ്രവൃത്തി ചെയ്യുകയാണ്. നമ്മളോട് കർത്താവ്, ദൈവമേ, ഞാൻ ഇത്ര ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇത്രത്തോളം കാര്യങ്ങൾ, ഞാൻ ഇത്രത്തോളം പ്രതിസന്ധികളായിട്ട് നീ എന്തുകൊണ്ട് കർത്താവ് എന്നോട് മിണ്ടുന്നില്ല, നീ എന്നോട് നിശബ്ദത പാലിക്കുന്നു എന്നൊക്കെ നാമം ചിന്തിക്കുക. ഈ നിശബ്ദത കർത്താവ് പാലിക്കുന്ന സമയത്ത് കർത്താവ് ഏറ്റവും വലിയ പ്രവൃത്തികൾ നമുക്ക് വേണ്ടി ചെയ്യുകയാണ്. അതാണ് യോസേഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. യോസേഫ് അവിടെ ചെന്നു. അവൻ അതിനുശേഷം ഏകദേശം 10-17 വർഷത്തോളം കഴിഞ്ഞ് ഫറവോന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഫറവോന്റെ മുൻപിൽ നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ ആ അത്രമാത്രം ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ഫറവോനോട് അവൻ സംസാരിക്കുന്ന സംസാര ശൈലി, അതിൻ്റെ ആ വാക്കുകളുടെ ചാതുര്യം എല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ഒരുപക്ഷെ യോസേഫിന്റെ അമ്മ ചെറുപ്രായത്തിൽ ഉപദേശിച്ചു കൊടുത്ത ആ ഒരു കാര്യം, അല്ലെങ്കിൽ യാക്കോബ് പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു കാര്യങ്ങളൊക്കെ അവൻ അത്ര നല്ല രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ അവൻ അവിടെ സംസാരിക്കുക. അങ്ങനെ പറഞ്ഞതിന് ശേഷം എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 41:32. യോസേഫ് ഫറവോനോട് പറയുന്ന ഒരു കാര്യമാണ്. ഫറവോന് സ്വപ്നം 2 വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കെ കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കെ കൊണ്ടുമാകുന്നു. എനിക്ക് ആ വാക്യം വളരെയേറെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ ഒരാൾ ഒരു ആലോചന പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇത് അങ്ങ് തന്നെ ആലോചന പറഞ്ഞു തന്നെയാണോ, അതോ എൻ്റെ ചിന്തയിൽ നിന്ന് വന്നതാണോ, അതോ ഞാൻ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് അത് ആലോചനയായിട്ട് വിശദീകരിച്ച് പറയുന്നതാണോ എന്നുള്ള ആ രീതിയല്ല ആത്മാഭിഷേകം പ്രാപിച്ച യോസേഫ് പറയുകയാണ്. 2 വട്ടം ഉണ്ടായതിന്റെ കാര്യം. ഒരാലോചന നമ്മളോട് ഒരാൾ പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ആ ആലോചന ദൈവികമാണെങ്കിൽ ഒന്നുകൂടെ കർത്താവേ എന്നെ അതിൽ നിന്ന് വചനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരാളിൽ കൂടെ കർത്താവേ അതൊന്ന് ഉറപ്പിച്ചു തരണമേ എന്ന് നാമും ഈ ഒരു വാക്യത്തിലൂടെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഈ യോസേഫിനെ ദൈവം ആ രീതിയിൽ ഉയർത്തി അവിടുത്തെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് എത്തിച്ചു. ആ ഒരു സമയം വരെയും ഏകദേശം 10-20 വർഷത്തോളം യാക്കോബിനോട് ദൈവം സംസാരിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ അതിൻ്റെ 46-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കർത്താവ് അത്രനാളും മിണ്ടാതിരുന്നിട്ട് യാക്കോബിനോട് ദൈവം സംസാരിക്കുകയാണ്. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ ഞാൻ നിന്റെ ദൈവമാണ്, നിന്നോട് അരുളി ചെയ്ത ദൈവമാണ്, നീ മിസ്രൈമിലേക്ക് പോകാനായിട്ട് പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. നിനക്കവിടെ നീ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന യോസേഫ് ഉണ്ടല്ലോ, അവൻ തന്നെ വന്നിട്ട് അവൻ്റെ സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണുകൾ അടയ്ക്കുമെന്ന് പറയാം. അപ്പോഴേക്കും യാക്കോബിന് ഒരു വളരെ ചൈതന്യം വരികയാണ്. എന്നിട്ട് ഞാൻ ഓടിച്ചു ആ ഭാഗത്തിൽ നിന്ന് പോവുകയാണ്. എന്നിട്ട് യാക്കോബും കുടുംബവും അവിടെ ചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ യാക്കോബ് വന്നെന്നറിഞ്ഞപ്പോഴത്തേക്കും ആ രാജ്യത്തിന്റെ മഹാരാജാവ് വന്നിട്ട് പറയും, യോസേഫിനോട് പറയും, എനിക്ക് നിന്റെ അപ്പനെ കാണണം. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം നമ്മൾ അവിടെ ഉൽപ്പത്തി പുസ്തകം 47 കാണുക. അങ്ങനെ ആ ഒരു ചുരുക്കം സമയം കൊണ്ട് യാക്കോബ് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, ഒറ്റ വാക്കിൽ ഫറവോനോട് സുവിശേഷം പറഞ്ഞൊരു വ്യക്തിയായിട്ട് അവിടെ തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകം 47:9 യാക്കോബ് പറയുകയാണ്, എൻ്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. താൻ അവിടെ ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്, എൻ്റെ പരദേശ പ്രയാണത്തിന്റെ കാലം. ഒരുപക്ഷെ ഫറവോൻ പോലും പറയും, എൻ്റെ മന്ത്രവാദികളോ എൻ്റെ മിടുക്കന്മാരായിട്ടോ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയ ആളുകൾക്ക് പോലും വിവേചിച്ചറിയാത്ത ഒരു സ്വപ്നം അത്രത്തോളം ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഈ യോസേഫ് ഉണ്ടല്ലോ, ഇത്രത്തോളം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു മകനെ വാർത്തെടുക്കാനായിട്ട് കഴിഞ്ഞ നീ ഇത്രത്തോളം അല്ലെങ്കിൽ ഞാൻ നിനക്ക് തരാൻ പോകുന്നതും അവകാശങ്ങളും കാര്യങ്ങളും ഇവന്റെ പദവികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നീ ഇത്രത്തോളം ഒരു പദവിയിൽ ഇരിക്കുന്ന മനുഷ്യനായി എന്ന് ആ രീതിയിലേക്ക് യാക്കോബ് അവിടെ
ചുരുങ്ങാതെ യാക്കോബ് പറയാണ്, എൻ്റെ പരദേശ പ്രയാണത്തിന്റെ കാലം ഈ ഭൂമിയിലുള്ള സ്വത്തുകളോ സമ്പത്തുകളോ അധികാരങ്ങളോ ഒന്നുമല്ല, അല്ലെങ്കിൽ എൻ്റെ മകനാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യങ്ങളൊന്നും യാക്കോബ് അവിടെ എടുക്കുന്നില്ല. യാക്കോബ് ഫറവോനോട് പറയുകയാണ്, എൻ്റെ പിതാക്കന്മാരോട് അരുളി ചെയ്ത ഒരു ദൈവമുണ്ട്, ആ ദൈവം എനിക്ക് തന്ന ഒരു വാഗ്ദത്തമുണ്ട്. ആ പരദേശത്തിലേക്ക് എനിക്ക് പോകുവാനായിട്ടുള്ള എൻ്റെ പ്രയാണത്തിന്റെ 130 സംവത്സരം ആയിരിക്കുന്നു എന്ന് ഫറവോനോട് പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയാണ്, എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ എന്ന് യാക്കോബോട് പറയുകയാണ്. എൻ്റെ ആയുഷ്കാലം എന്താണ്? വളരെ ചുരുക്കമാണ്. എന്നിട്ട് പറയുകയാണ് കഷ്ടമുള്ളതും അത്രേ. നമ്മൾ വായിച്ച സങ്കീർത്തനവും അത് തന്നെയാ, കഷ്ടകാലത്തിൽ ഉത്തരമരുളുന്ന യാക്കോബിന്റെ ദൈവം. ഇതും യാക്കോബോട് പറയുകയാണ്, ഇത്രത്തോളം കാലം നിങ്ങളെല്ലാവരും എന്നെ നോക്കുമ്പോൾ ഞാൻ വളരെ സുരക്ഷിതയിലും സുരക്ഷിതയിലുമാണെങ്കിലും എൻ്റെ ജീവിതം വളരെ കഷ്ടതയുള്ളതാണ്. ആ ഒരു കാര്യത്തെ ഒരു സമ്മറൈസ് ചെയ്യുന്നുകൊണ്ട് ദാവീദ് ഇവിടെ സങ്കീർത്തനം പറയുകയാണ്, കഷ്ടകാലത്ത് ഉത്തരമരുളുന്ന യാക്കോബിന്റെ ദൈവം നിങ്ങളെ കൈവിടുകയില്ല. ചിലപ്പോൾ വളരെയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നിട്ട് ഉത്തരം കിട്ടാത്ത സാഹചര്യത്തിലൊക്കെ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർക്കും, കർത്താവേ അങ്ങനോട് സംസാരിച്ചായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇത്ര പ്രവാചകന്മാരും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നല്ലോ, ദൈവമേ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, എന്നെ ഈ കഷ്ടതയിലൂടെ കടത്തിവിട്ടല്ലോ, എൻ്റെ കുടുംബം പോലും നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ആയിത്തീർന്നല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ വിലപിച്ചിരിക്കാതെ യാക്കോബ് കർത്താവിന് വേണ്ടി അധികമായി പറ്റിച്ചേരുവാനായിട്ട് ഇടയായിത്തീർന്ന ആ ഒരു കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെ, അല്ലെങ്കിൽ ആ ഒരു കഷ്ടതയെല്ലാം തരണം ചെയ്യുവാൻ കൃപ കൊടുത്ത ഒരു ദൈവത്തിൽ നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടതുണ്ട്. ഞാൻ വേഗത്തിൽ ആ ഭാഗത്തിൽ നിന്ന് മാറുകയാണ്. സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് ഓടിച്ചു വരാം. നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ എന്ന് പറയുന്നുണ്ട്. എനിക്ക് തന്ന സമയങ്ങളൊക്കെ വളരെ അതിക്രമിച്ച് ഞാൻ പെട്ടെന്ന് പോയിക്കോളാം. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, ഞാൻ കൂടുതൽ സമയം എടുത്തെന്ന് തോന്നുന്നു. ഈ ഒരു വാക്യം കൂടെ മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് മാറിക്കോളാം. നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാട്ടെ. നമ്മൾ സത്യമായിട്ടും കർത്താവിൻ്റെ ഒരു യാഗത്തോടെ നമ്മൾ എല്ലാ യാഗങ്ങളും തീർന്നു എന്ന് വിശ്വസിക്കുകയും നമ്മൾ ഇന്ന് ആരും ആടിനെയോ കാളകളെയോ ഒന്നും യാഗമായിട്ട് അർപ്പിക്കുകയോ അങ്ങനെ ഒരു കഷ്ടതയിലേക്ക് ഒന്നും പോകുന്നില്ല. കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ച് ആ രക്തത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. പിന്നെ എന്തിനാണ് കർത്താവ് ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ഈ എല്ലാവരും പറയുന്ന വചനം വായിക്കണം, സങ്കീർത്തനങ്ങൾ വായിക്കണം, ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെയൊക്കെ കാണുന്നുള്ളല്ലോ എന്നൊക്കെ ഞാനും പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഈ വാക്യങ്ങളൊക്കെ ഒഴിവാക്കി പുതിയൊരു ബൈബിൾ ആരെങ്കിലും ഇറക്കിയിരുന്നെങ്കിൽ നമുക്ക് വേണ്ടാത്തതൊക്കെ ഒഴിവാക്കി അങ്ങനെ ഒരു പ്രവൃത്തി ബൈബിളിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ ബൈബിളിൽ ഇല്ല. ആ പഴയ നിയമത്തിൽ വന്നിരിക്കുന്ന എല്ലാ നിഴലുകളാണെങ്കിൽ ഇന്ന് പൊരുളുകളായി ഇന്നും അതൊക്കെ നിലനിൽക്കുക. അങ്ങനെയാണെങ്കിൽ പറയുകയാണ്, നിന്റെ വഴിപാടുകളെ നമുക്ക് വഴിപാടുകളുണ്ടോ, നമ്മൾ യാഗം അർപ്പിക്കേണ്ടതുണ്ടോ, കാര്യങ്ങളുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് കർത്താവോട് പറയുന്നത്. ലേവ്യ പുസ്തകം 2-ാം-1 പറയണം, ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവന്റെ വഴിപാട് നേരിയ മാവായിരിക്കണം, അവൻ അതിന്മേൽ എണ്ണയൊഴിച്ച് കുന്തിരിക്കവും ഇടണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ എല്ലാ അർത്ഥത്തിലേക്കൊന്നും പോകുന്നില്ല. വേറെ ഒരു വാക്യം കൊണ്ട് തൊടുകയാണ്. അതിന്റെ ലേവ്യ പുസ്തകം 2:13 പറയാണ്, നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം, നിന്റെ ദൈവത്തിന്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്, എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം എന്നാണ് ഈ വാക്യങ്ങളുടെയൊക്കെ അർത്ഥമെന്നറിയാമോ? നമ്മൾ യാഗമൊന്നും അർപ്പിക്കുന്നില്ലല്ലോ, പിന്നെ ഈ നേരിയ മാവിന് ഉപ്പ് ചേർക്കേണ്ടൊക്കെ കാര്യമുണ്ടോ? കർത്താവ് തന്റെ വായ് കൊണ്ട് ഒരു വാക്ക് സുവിശേഷത്തിൽ പറയുന്നത് നമ്മൾ ചിന്തിക്കണം. നിങ്ങളുടെ വാക്കുകളെല്ലാം ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കണം, അല്ലെങ്കിൽ നിന്റെ വാക്കുകൾക്ക് ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകളായിരിക്കണം എന്നൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള വാക്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ പൊരുളുകൾ എന്താണെന്ന് അറിയാമോ? നാമും ചില പ്രത്യേക സാഹചര്യത്തിൽ, ചില പ്രത്യേക ആരാധനയുടെയൊക്കെ കൂട്ടത്തിൽ നാമും ചില തീരുമാനങ്ങൾ, ചില വഴിപാടുകളൊക്കെ കർത്താവിനോട് എടുക്കാറുണ്ട്. ഈ വഴിപാടുകളൊക്കെ നമ്മൾ പൂർത്തിയാക്കാറുണ്ടോ? ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നാമും ഒരുപക്ഷെ ഒരു തെറ്റിലേക്ക് അകപ്പെടുന്ന ഒരു രീതിയാണ്. ഞാൻ 2023 ആദ്യത്തിലാണല്ലോ നമ്മുടെ ഈ ചർച്ചിൽ വരുന്നത്. ഈ ചർച്ചിൽ വരുന്ന സമയത്ത് ഞാൻ ഏറ്റവും ആദ്യം ദേവദാസനിലൂടെ കേട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെല്ലാവരും ഈ 2023 ആകുമ്പോഴത്തേന് ഈ വചനഭാഗം വായിച്ചു തീർക്കണം, വചനം ധ്യാനിക്കണം എന്നുള്ള സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ 2-3 ആഴ്ച ദേവദാസൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അത് പറഞ്ഞു. നമ്മളിൽ എത്ര പേര് അത് ചെയ്യുന്നുണ്ട്? എന്നിൽ ആ വലിയൊരു പാപമുണ്ട്, അതൊരു തെറ്റുണ്ട്. ഞാനത് ചെയ്യുന്നില്ല എന്നല്ല, ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ വായിച്ച് പകുതിയൊക്കെ ആയിട്ടുള്ളൂ, പൂർത്തിയായിട്ടില്ല. നിങ്ങളിൽ പലപ്പോഴും പല ആളുകളും അത് പൂർത്തിയാക്കിയിട്ടുണ്ടാകാം. പക്ഷേ എന്നിൽ ആ ഒരു വലിയൊരു തെറ്റ് കിടക്കുക. ഞാൻ അങ്ങനെ
ഉള്ള കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു വഴിപാട്, അല്ലെങ്കിൽ ആ ഒരു സ്വമേധാദാനം, കർത്താവേ അങ്ങയുടെ വചനമാണ് ഞാൻ ഇത് വായിച്ചോളാമെന്ന് നമ്മളിൽ പല ആളുകളും തീരുമാനമെടുക്കുന്നത് വർഷാവസാനത്തിൻ്റെ ആണ്ടാവസാനത്തിലൊക്കെ. കർത്താവേ കഴിഞ്ഞ വർഷം എനിക്ക് ഈ തീരുമാനമൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല, അടുത്ത വർഷം ഞാൻ ബൈബിൾ വായിച്ചോളാം കർത്താവേ, അങ്ങയുടെ വചനത്തിൽ ഉറച്ചു നിന്നോളാം കർത്താവേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് ചെയ്യാതിരുന്നാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അത് യാഗമായിട്ട് കർത്താവ് കൂട്ടുന്നുവെങ്കിൽ ആ യാഗം നമ്മൾ നിവർത്തിക്കുന്നില്ല. ആവർത്തന പുസ്തകം, അതിനോടനുബന്ധിച്ചൊരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 23-21 എല്ലാവരും ഒന്നെടുത്ത് വായിക്കണമേ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വരുത്തരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കും, അത് നിങ്ങൾ പാപമായി തീരും. ഒന്നോർത്ത് നോക്കിയേ, മറ്റു വലിയ പാപങ്ങളാണോ കർത്താവ് ഇവിടെ പറയുന്നത്? നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു നേർച്ച നേർന്നാൽ, നാമും പലപ്പോഴും നേർന്നിട്ടില്ലേ? എത്രയോ നമ്മുടെ ചെറുപ്പങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് പല ആത്മീയ ആരാധനകളിലൊക്കെ അങ്ങ് കൂടിയിട്ട് ഒരു വലിയ ആത്മീയ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ പകരുമ്പോൾ നാമും പറയാറില്ല, കർത്താവേ ഞാൻ 2 മണിക്കൂർ വെച്ച് കർത്താവിന് വേണ്ടിയിട്ട് നിന്നോളാം, അല്ലെങ്കിൽ 2 മണിക്കൂർ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം, വചനം വായിച്ച് പൂർത്തീകരിച്ചോളാം എന്നൊക്കെ പറയുന്നില്ലേ? എന്നിട്ട് അത് ചെയ്തില്ലെങ്കിൽ കർത്താവ് അതിനെ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കും, അത് നിങ്ങൾ പാപമായി തീരും. അത് പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ അത് പാപമായി തീരും. നാം മറ്റു പാപങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എൻ്റെ വിഷയത്തിന് എന്താ വിടുതൽ നൽകാത്ത, വിടുതൽ എന്താ കിട്ടാത്ത, ഒരു ഉത്തരം കിട്ടാത്ത രീതിയിലാണല്ലോ ഞാനൊരു വല്ലാത്ത രീതിയിൽ ഒരു അന്ധകാരത്തിൽ എന്താണ് എനിക്ക് ചുറ്റും സംഭവിക്കുന്നത്, ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ട് സർവശക്തനായ ദൈവനോട് കൂടെ ഉണ്ടായിട്ടും ഇത് നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന പല വിഷയങ്ങളുടെയും ഒരു ഉത്തരമാണിത്. നമ്മൾ വരുത്തി വെച്ച ചില കാര്യങ്ങളുണ്ട്, നമ്മൾ എടുത്ത തീരുമാനങ്ങളുണ്ട്. അത് നിസ്സാരമാണ്, നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. വചനം വായിച്ചില്ല ഇത്ര വലിയ പാപമാണോ? നേരാണ്, അത് പാപമാണ്. കാരണം എന്നാണെന്ന് അറിയാമോ? അത് നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 23-21 തന്നെ പറയുന്നത്, നിന്റെ നാവിന്മേൽ നിന്ന് വീണത് നിവർത്തിക്കുകയും വായ് കൊണ്ട് പറഞ്ഞ സ്വമേധാദാനം നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർന്നതുപോലെ നിവർത്തിക്കുകയും വേണം. സങ്കീർത്തനക്കാരനും ഇവിടെ പറയുന്നത്, നമ്മളോട് പറയുന്ന വാക്യം എന്താണ്? നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ. കർത്താവ് ഇത് ഓർക്കും. ഈ വഴിപാടുകളെയൊക്കെ കർത്താവ് ഓർക്കുമ്പോൾ ഇതാ ഞാനിപ്പോൾ പറയാണ്, ഇതാ അവൻ ഇന്ന സമയത്തല്ല ഞാൻ ഈ വഴിപാടുകൾ അല്ലെങ്കിൽ ഈ സ്വമേധാദാനം ഞാൻ ഇത് നിവർത്തിച്ചോളാന്ന് പറയും, നിവർത്തിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്നിൽ പാപമായി കിടക്കെ. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കൊക്കെ എങ്ങനെയാണ്? ഈ ബൈബിൾ വായിക്കുന്നതൊക്കെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സത്യമായിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാര്യം എന്താണെന്നറിയാമോ? ഒരു വലിയൊരു പ്രതിസന്ധിയെ നേരിടുവാൻ തക്കോണം, അല്ലെങ്കിൽ ചില മരണശക്തികളെ പോലും ഓടിച്ചു കളവാൻ തക്കമുള്ള ഒരു അഭിഷേകം നമ്മുടെ മേൽ പകരുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് സംഭവിക്കുവാൻ, ചില ദുർഭൂതങ്ങൾ ഓടിപ്പോകുവാൻ, മരണശക്തികളെ മാറ്റി നിർത്തുവാൻ, അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയ്ക്ക് ഒരു വഴി ഉറപ്പാക്കി കൊടുക്കുവാൻ, ആ രീതിയിൽ നമ്മളെ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ കർത്താവിന് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു നിവർത്തീകരണം എന്നോണം നമ്മുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരമായിരിക്കണം. ആ സ്ഥിരമാകണമെങ്കിൽ കേൾവിയാൽ മാത്രമല്ല, അത് വചന ധ്യാനത്താലുമായിരിക്കണം. പണ്ടുള്ള ആളുകൾക്ക് ഇത് വായിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു, പുസ്തക രൂപേണ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് എല്ലാവർക്കും എത്രമാത്രം ടെക്നോളജി, ഇനി സമയമില്ല എന്ന് പറയുന്നവരൊക്കെ ഒന്ന് ഓർത്തു നോക്കി. നമുക്ക് കർത്താവ് ടെക്നോളജി എത്ര ഭാഗ്യമാണ്. ഒരു 2 ഓഡിയോ ബൈബിൾ, അല്ലെങ്കിൽ ഒരു അപ്പസ്തോല പ്രവൃത്തിയുടെയോ റോമാലേഖനത്തിൻ്റെ ഓരോന്നിൻ്റെ ഓഡിയോ ബൈബിൾ മാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഈ പാട്ട് കേൾക്കുന്ന പോലെ ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ തന്നെ എത്രത്തോളം, ഇത്രയോ ഒന്നും ടെക്നോളജി ഇല്ലാതിരുന്ന ആ കാലത്ത് പോലും അനേകർ ദൈവത്തിൻ്റെ വചനം വായിച്ച് കർത്താവിൽ സ്ഥിരപ്പെടുമായിരുന്നു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, കർത്താവ് പറയും, നിനക്ക് ഞാൻ ഇത്രത്തോളം ടെക്നോളജി തന്നു, ഈ ലോകത്തിൽ നിന്നെ ഞാൻ ജനിപ്പിച്ചിട്ട് നിനക്ക് ഇത്ര സൗകര്യം തന്നിട്ട് നീ ഇത് ചെയ്യുന്നില്ലല്ലോ എന്നോർത്ത് നമുക്ക് തരേണ്ട പല കാര്യങ്ങളും അവിടെ തടയപ്പെടുവാനായിട്ട് ഇടയത്തരും. കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മളെയൊക്കെ ചില സ്ഥാനാപതികളായിട്ടാണ് ദൈവം വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ സ്ഥാനത്തിലേക്ക് വരുന്നില്ല. ഒരു സ്ഥാനാപതിയുടെ ഒരു കാര്യം എന്താ? ഇന്ത്യയുടെ സ്ഥാനാപതിയായി സൗദിയിൽ വരണമെന്നുണ്ടെങ്കിൽ സൗദിയുടെ നിയമവും അറിഞ്ഞിരിക്കണം, ഇന്ത്യയുടെ നിയമവും അവൻ അറിഞ്ഞിരിക്കണം. നാം ഒക്കെ ബൈബിൾ വായിക്കുന്നുണ്ട്, അല്പമായിട്ട് മാത്രം വായിച്ച് അതൊന്ന് പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ ഒന്ന് ഓർത്തുനിന്നിരിക്കും, ഏതെങ്കിലും ഒരു ജഡ്ജി ആ നിയമപുസ്തകത്തിന്റെ 2 താള് വായിച്ചെന്ന് പറഞ്ഞിട്ട് അവനെ ജഡ്ജിയായിട്ട് വെക്കൂ, അല്ലെങ്കിൽ അവൻ പറയുന്നതിന് എന്തെങ്കിലും ആധികാരികത ഉണ്ടാവും. ഇനി അവൻ പറഞ്ഞാൽ പോലും അതിന് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ അവനവിടെ നീതി കിട്ടും എന്ന് പറഞ്ഞ പോലെ വചനം നമ്മളിൽ സ്ഥിരമാകണം.
ജീവൻ ബ്രദറിനോട് എനിക്ക് ജീവൻ ബ്രദറിൻ്റെ ഫാമിലിക്ക് വേണ്ടി ഒരു സമയത്ത് ഞാൻ വല്ലാണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഈ വാക്യം ഒരിക്കൽ എനിക്ക് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. അതെപ്പോഴാണെന്നറിയാമോ? നമ്മൾ പാസ്റ്ററിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ കുറച്ച് സംസാരിച്ചിട്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു മനുഷ്യനല്ല, ഞാൻ ഇവിടെ വന്നിട്ടുള്ളൂ. ഞാൻ ഇതെങ്ങനെ പറയുന്നു, ഒരു വളരെ സങ്കടത്തിൽ വന്ന് അന്ന് മണി ബ്രദർ എന്നെ ഇവിടെ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ഞാൻ വളരെയേറെ കരഞ്ഞു. ആ ഒരു സമയത്ത് എനിക്കറിയില്ല, ജീവൻ ബ്രദറൊക്കെ ഒരുപാട് തവണ ബൈബിൾ വായിച്ചിട്ടുണ്ടാകും. കാരണം ചെറുപ്പം മുതലേ കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ വളർന്നു വന്നവരാ. എങ്കിലും അങ്ങനെ എന്തെങ്കിലും ഞാൻ വായിച്ചു തീർന്നു 1-2 തവണയൊക്കെ വായിച്ചു എന്ന് മനസ്സിൽ ജീവൻ ബ്രദറിന് തോന്നുന്നുണ്ടെങ്കിൽ കർത്താവിന് ഒന്നുകൂടെ പറയുവാനുണ്ട്. 2-3 തവണ, അല്ലെങ്കിൽ ഇതൊന്ന് ഓർഡറിലൊന്ന് വായിച്ച് തീർത്തിട്ടില്ല എങ്കിൽ അത് ദൈവസന്നിധിയിൽ ഒരു പാപമായിട്ടെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ വാക്കുകളല്ല, എന്നെ അങ്ങനെ ഒരു ഇതാക്കരുത്, അങ്ങനെ ഒരു കുറവായിട്ട് അവിടെ തോന്നുന്നുണ്ട്. അതൊന്ന് പൂർത്തീകരിക്കേണ്ടതായിട്ട് ഒരാവശ്യമുണ്ട്. അത് ഇനി ഇപ്പോൾ മനസ്സിൽ തോന്നുകയോ ഇല്ല കർത്താവേ അതൊന്നും ശരിയല്ല, ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കർത്താവിന് മറ്റൊരു കാര്യം പറയാനുണ്ട്. 2 രാജാക്കന്മാർ 13 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഏലീശ പ്രവാചകൻ ഒരു വല്ലാത്തൊരു പരിതസ്ഥിതിയിൽ രോഗം പിടിച്ച് അത്രത്തോളം അത്ഭുതം പ്രവർത്തിച്ച ആ ഒരു മനുഷ്യൻ മരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ദീനം പിടിച്ച് ആ കട്ടിലേൽ ഇങ്ങനെ നേരെ കിടക്കുക. അതിൻ്റെ കാര്യം കാണണമെന്നുണ്ടെങ്കിൽ ആ 13 അധ്യായം ആദ്യം മുതൽ വായിച്ചു നോക്കണം. ഈ പ്രവാചകൻ ഇങ്ങനെ നേരെ കിടക്കുക. അന്നപ്പോഴേക്ക് രാജാവ് വന്നിട്ട് ആ പ്രവാചകന്റെ കണ്ണിലേക്ക് നോക്കത്തക്കൊണ്ട് ഇങ്ങനെ നേരെ കുനിഞ്ഞു. കാരണം ഈ പ്രവാചകൻ അങ്ങോട്ടും തിരിയാൻ മേല ഇങ്ങോട്ടും തിരിയാൻ മേല. ആ രീതിയിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ രാജാവേ, എൻ്റെ പിതാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രാജാവ് ഓടി വന്ന് ഇവനോട് പറയുമ്പോൾ നീ വന്നതിൻ്റെ കാര്യമൊക്കെ അങ്ങ് ചോദിക്കാം. അന്നേരം ഏലീശ പറയുകയാണ്, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഈ അമ്പുണ്ട്, എന്നാ പിന്നെ നീ അമ്പ് ഇതിൽ അങ്ങ് ചെയ്യേ. അപ്പം ചില പ്രവൃത്തികളൊക്കെ അവിടെ ചെയ്യുക. എന്നിട്ട് പറയുകയാണ് ആ അമ്പ് എടുത്തോണ്ട് പോവാ. ആ അമ്പ് എടുത്തോണ്ട് വന്നതിന് ശേഷം പറയും നീ ഇത് നിലത്തടിക്കുക എന്ന് പറയുമ്പോഴത്തേന് ഈ രാജാവ് എന്ത് ചെയ്തെന്ന് അറിയാമോ? 2-3 തവണ മാത്രമായിട്ട് അങ്ങോട്ട് അടിച്ചു. ഈ പ്രവാചകന്റെ കോപം അങ്ങേയറ്റം ഇങ്ങനെ കിടക്കുക, അനങ്ങാൻ മേലാതെ മരിക്കത്തക്ക വിധത്തിലുള്ള ദീനം പിടിച്ച് കിടക്കുന്ന പ്രവാചകന്റെ കോപം അങ്ങേയറ്റം ഒന്ന് ജ്വലിച്ചിട്ട് ഈ രാജാവിനോട് പറയാം, നീ 2 തവണ അല്ലെങ്കിൽ 3 തവണയെ നീ അടിച്ചോളൂ, നീ അടിച്ചിട്ട് നിർത്തിയത് എന്തിനാ? നീ ഒരു 5-6 തവണയിലും അടിക്കണമായിരുന്നു. ജീവൻ ബ്രദറെ 2-3 തവണ വായിച്ച് തീർത്തിട്ട് ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതല്ല കർത്താവ് ആഗ്രഹിക്കുന്ന. ഒരു 3-4 തവണയെങ്കിലും വായിച്ച് തീർക്കണം. അത് കർത്താവ് ഒരുപക്ഷെ ഞാനിതിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച്, ദൈവമേ ഞാൻ പറയുന്നൊന്നും അദ്ദേഹം കേൾക്കുവാനായിട്ട് ഒരു രീതിയിലേക്ക് വരരുത്. കാരണം ശ്രേഷ്ഠന്മാരായിട്ടുള്ള ദൈവദാസന്മാർ അദ്ദേഹത്തോട് സംസാരിക്കണമേ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇനിയും ആർക്കെങ്കിലും അങ്ങനെ ഇതൊന്നും അതൊരു വലിയ വിഷയമല്ല എന്നിങ്ങനെ ആർക്കെങ്കിലും അതൊക്കെയാണോ ചെയ്യേണ്ടത്, കർത്താവ് ദയുള്ള ദൈവമല്ലേ എന്നൊക്കെ ഏതെങ്കിലും സഹോദരങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ അതിനൊന്നും അങ്ങനെയൊന്നും പറയാനുള്ള ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളല്ലല്ലോ. എങ്കിലും എനിക്ക് കിട്ടിയ ഒരു ഇത് ഞാനങ്ങ് ഷീന സിസ്റ്ററിനോടും ജീവൻ ബ്രദറിനോടുമായിട്ട് ഞാനങ്ങ് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. ഈ ഒരു സഭായോഗത്തിൻ്റെ ഇടയിൽ ദൈവനാമത്തിൽ ഞാൻ അതിനോട് ക്ഷമ ചോദിക്കുകയാണ്. എന്നാൽ അതിൻ്റെ അകത്ത് വളരെയേറെ ഒരു അർത്ഥമുണ്ട്. കാരണം ആ ഒരു കാര്യം തന്നെ പൗലോസ് ഇവിടെ എടുത്ത ഒരു കാര്യം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:46 ഒരു വാക്യം പറയുന്നുണ്ട്. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. അങ്ങനെയാണെങ്കിൽ ആ വാക്യത്തിന് മറ്റൊരർത്ഥം കൂടി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി നാം ചെയ്യണം, അപ്പോൾ കർത്താവ് പ്രസാദിക്കും. നമ്മൾക്കൊക്കെ അറിയാം, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആദ്യം ചെയ്യുന്നത് നല്ലതാണെങ്കിൽ കർത്താവിൽ നിന്ന് അനുഗ്രഹം വരും. അത് ദോഷമാണെങ്കിൽ അതിൽ നിന്ന് തിന്മയും അത് പാപവും വരുന്നത്. അങ്ങനെയെങ്കിൽ പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആത്മീകമല്ല ഒന്നാമത്തേത്, ആത്മീകമല്ല ആദ്യം വരുന്നത്, പ്രാകൃതം അത്രേ ഒന്നാമത്തേത്. ആദ്യമായിട്ട് നമ്മൾ ഈ എടുത്ത തീരുമാനങ്ങളൊന്ന് തീർത്തേ. നമ്മൾ നിസ്സാരമായിട്ട് അതിനെ ചിന്തിക്കരുത്, നിസ്സാരമായിട്ടുള്ള രീതിയിലൊന്നും ആരും ചിന്തിക്കരുത്. ഞാൻ ഈ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സഭയിൽ വന്നപ്പോൾ ഞാനിവിടെയാണ് ഏറ്റവും അവസാനമായിട്ട് വന്നത്. ഞാൻ ഇവിടെ വന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ കേൾക്കുന്ന മെസ്സേജിലൂടെ കേൾക്കുന്ന ഇതാണ്: വചനം നിങ്ങൾ വായിച്ചു തീർക്കണം, അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുമെന്ന് കേട്ട ഒരു ദൈവിക ആലോചന ഞാൻ ഒന്നുകൂടി ഓർപ്പിച്ചെന്നേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം. വണ്ടിയിലായിരിക്കുമ്പോൾ ഇനി വായിക്കുവാനായിട്ട് സഹോദരിമാരായിട്ടുള്ളവർക്കൊക്കെ വായിക്കുവാനായിട്ടൊക്കെ കഴിയുന്നില്ലെങ്കിൽ ഒരു ഓഡിയോ ബൈബിളേലും അതൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് കേൾക്കുവാനൊക്കെ ആയിട്ട് ഇടയായി തീരട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ഞാൻ വളരെയേറെ സമയം മുമ്പോട്ടെടുത്തു. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ യോസേഫ് ഫറവോനോട് പറഞ്ഞതുപോലെ ഈ ആലോചനകളെല്ലാം മറ്റേതെങ്കിലും ദേവദാസനിലൂടെ നിങ്ങളോട് അറിയിക്കുകയാണെങ്കിൽ അത് ദൈവിക ആലോചനയായിട്ട് തന്നെ കരുതി കർത്താവിന് പ്രസാദകരമാകുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു വാക്യം കൂടെ മാത്രം ഞാൻ വായിച്ചുകൊണ്ട് പെട്ടെന്നിരിക്കുന്നു. സങ്കീർത്തനം 22:2 വായിച്ചു നോക്കാം. നമ്മുടെ യാഗങ്ങൾ, നമ്മുടെ വഴിപാടുകളൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർത്തീകരിക്കുമ്പോൾ ഈ കഷ്ടതയിൽ നമുക്ക് ഉത്തരമരുളുന്ന ഒരു യാക്കോബിൻ്റെ ദൈവം നമുക്കുണ്ട്. അതിൻ്റെ 2-ാം അധ്യായം പറഞ്ഞ് അനുഗ്രഹിച്ച് ഞാൻ ഈ സമയത്തിൽ ഞാൻ ഇരിക്കുകയാണ്. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടിയിരിക്കേണ്ടതിന് ഞാനും പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.